ബജാജിൻ്റെ CNG വർക്ക്ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് ടൈമിംഗ് ചെയിൻ മാറ്റാറായ, അല്ലെങ്കിൽ ടൈമിംഗ് ചെയിൻ പൊട്ടാറായ, ഒരയാറായ. ഇതാണ് അവർക്ക് ആദ്യം അറിയേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്ന വീഡിയോ ടൈമിംഗ് ചെയിൻ പൊട്ടാറായോ അല്ലെങ്കിൽ മാറ്റാറായോ എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണല്ലേ, അപ്പോൾ വേഗം സബ്സ്ക്രൈബ് ചെയ്തോ, എന്നിട്ട് ആ ബെല്ലും കൂടി ഞെക്കി ചെയ്തു. അപ്പോൾ ഇനി ഇടുന്ന എല്ലാ വീഡിയോയും പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ നിങ്ങൾ വണ്ടി സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വർക്ക്ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് പോകരുത്. കാര്യം നമുക്ക് നിസ്സാര കാര്യമുള്ളൂ. ഇതിൻ്റെ ടോപ്പ് കവർ പൊക്കി നോക്കിയാൽ തന്നെ നമുക്ക് ചെയിൻ്റെ കണ്ടീഷൻ അറിയാൻ പറ്റും. അപ്പോൾ ഒരു 10,000-ലായിരിക്കും നിങ്ങൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത്. മാക്സിമം ഒരു 8-ൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒരു 8,000-ലൊക്കെ ചേഞ്ച് ചെയ്യുന്ന വണ്ടിയാണെങ്കിൽ ജസ്റ്റ് ഈ 4 ബോൾട്ട് അഴിച്ചാൽ തന്നെ നമുക്ക് ആ കവർ പൊക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ചെയിൻ്റെ കണ്ടീഷൻ എങ്ങനെയുള്ളത്. അപ്പോൾ തന്നെ ഏകദേശം നമുക്ക് പറഞ്ഞു തരാൻ പറ്റും ഒരു ഇത്ര കിലോമീറ്റർ കൂടി ഓടും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതൊരു സമാധാനമാവും, അത്രയെങ്കിലും കിലോമീറ്റർ ഇനി ഓടാലോ, നമുക്ക് ടെൻഷൻ വേണ്ട. അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. എപ്പോഴും ഓയിൽ സർവീസിന് ടോപ്പ് കവർ അഴിച്ച് നോക്കുക ചെയിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട്. അപ്പോൾ പേടിക്കാണ്ട് ഭയമില്ലാണ്ട് നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും ഓടിക്കാം. അപ്പോൾ അഴിച്ചപ്പോൾ ഇങ്ങനെയാണ് ഈ വണ്ടിയുടെ ചെയിൻ്റെ കണ്ടീഷൻ. ഏകദേശം പ്ലഗിൻ്റെ സ്ലീവിനോട് അറ്റപ്പറ്റ് ചെറിയൊരു നൂലിൻ്റെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കസ്റ്റമറോട് നമ്മൾ കാണിച്ചു കൊടുത്ത് ഇതാണ് കണ്ടീഷൻ. കസ്റ്റമറും പറഞ്ഞു എന്തായാലും ചേഞ്ച് ചെയ്തു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ധൈര്യമായിട്ട് ഓടാമല്ലോ എന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ നമ്മളത് ചെയിൻ സർവീസായിട്ട് ചെയ്യാനാണ്. ഇത്രയും നല്ലോണം വലിഞ്ഞിട്ടുണ്ട് ചെയിൻ, അതുകൊണ്ടോ അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. അപ്പോൾ ഓക്കെ.